വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെയാണ് കേട്ടോ, 7 മണിയായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ രാവിലെ. കാരണം ഈ ചെറിയ ആളുകളുണ്ട്, ഏതെങ്കിലുമൊക്കെ സമയത്ത് എണീക്കും കേട്ടോ. അപ്പോൾ മെല്ലെ മെല്ലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ടിരിക്കണം. ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ കണ്ണൊക്കെ തുറക്കാൻ പറ്റാതെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 5 മണിക്ക് തുടങ്ങിയ ദുൽമാണ്, ഇപ്പോഴാണൊന്ന് ഉറങ്ങിയത്. അതും കുറച്ച് നേരം കേട്ടോ ഉറങ്ങിയിട്ടുള്ളൂ. അസ്സലാമലൈക്കും. വാ പോവാ, വാ 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 വാ. കുടിക്കൊന്നുമില്ല കേട്ടോ, കുടിക്കാനൊന്നും ആയിട്ടില്ല. പാടാ പുടി പുടി പുടി, വാ വാ വാ. കുറച്ചിട്ട് ഇവിടെ കിടന്നു, കുറച്ചിട്ട് ഇവിടെ കിടന്നു, ഇവിടെ കിടന്നു, ഇവിടെ കിടന്നു, ഇവിടെ കിടന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് ഉറക്കി അങ്ങോട്ട് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നീറ്റു, ഉറക്കമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ലക്ഷണം കണ്ടാൽ. അപ്പോൾ ഇനി കുറച്ച് നേരം കളിക്കും കേട്ടോ. കളിയും ഉറക്കമൊക്കെ ഏതാണ്ട് സമാസമാണ്. അപ്പം നമുക്ക് പാല് വാങ്ങാൻ പോവാം കേട്ടോ. ഒരു 7 മണിയാകുമ്പോൾ പാല് വരും. സാധാരണ സയാനാണ് പാല് വാങ്ങാൻ പോവാറ്. ഇന്നും എനിക്ക് ഭയങ്കര മടി. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഞാൻ തന്നെ പോവാം കേട്ടോ. ഒന്നാമത് എനിക്കൊരു ഉറക്കപ്പിച്ചുണ്ട്. ഇപ്പോൾ വെറുതെ രാവിലെ തന്നെ മൂഡ് മാറ്റണ്ടെന്ന് കരുതി. ഇപ്പം അതവിടെ മുറ്റവും മതിലൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പാലൊക്കെ വാങ്ങി വന്നു. ഇനി നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് കുറച്ച് പാൽ ചായ ഉണ്ടാക്കും. സയാന് മദ്രസ പോകുമ്പോൾ കുടിക്കാൻ, അതേപോലെ തന്നെ എനിക്ക് കുറച്ച്, അങ്ങനെ എല്ലാവർക്കും കുറച്ച് ഇഷ്ടം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ട വെക്കും കേട്ടോ. അത് കുറച്ചേ വെക്കുള്ളൂ, വർഷാക്കൂന് മാത്രമുള്ളത്. അപ്പോഴേക്കും അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഏയ് അസ്സലാമലൈക്കും. നമ്മുടെ ചെറുതിന് ചുമ ഉണ്ട്, കഫക്കെട്ടുണ്ട്, ജലദോഷമുണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുക എന്നുള്ളത് രാവിലത്തെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. അതിന് കുറേ സമയം നമ്മൾ അങ്ങനെ കളയണം. സമയം കളഞ്ഞാലും കുഴപ്പമില്ല, അസുഖം മാറിയാൽ മതി കേട്ടോ നമുക്ക്. പക്ഷെ എന്താ വെച്ചാൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല കുടിക്കണത്. മരുന്നിൻ്റെ ചൊയയെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സയാനിസൊക്കെ ചെറുതാകുമ്പോൾ മരുന്നൊന്നും കുടിക്കാനും കുടിപ്പിക്കാനും വലിയ പണി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല. കുഞ്ഞാറ്റയോട് ഉമ്മന്റെ കുഞ്ഞാറ്റയോട് ഇവിടെ വന്നു തരിക. മരുന്ന് ഇഷ്ടല്ലേ, ഇവിടെ വന്നു തരിക. ഇപ്പൊ തുപ്പതേ അതാണെച്ചാലോ 2 ഫില്ലറൊക്കെ ഉണ്ട് ഇതിലേക്ക്. കുറച്ച് കുട്ടി ഒരു വഴിക്കേക്കും കേട്ടോ. ഈ കുര കാരണം എനിക്ക് ഉറങ്ങാൻ പോലും നേരെ പറ്റുന്നില്ല. നല്ല ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ 2 കുരയാണ് വരച്ചാൽ പിന്നെ ഉറക്കം പോകും കേട്ടോ. കുറേ ഛർദ്ദിക്കും ചെയ്യും മരുന്ന് കൊടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. ഫുള്ള് ഛർദ്ദിച്ചതും മരുന്ന് തുപ്പി കളയുകയൊക്കെ ചെയ്യും. ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതേ ഡ്രസ്സ് മാറി വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അബീബ് വന്നിട്ടുണ്ട് രാവിലെ. എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ കുട്ടികൾ, മുത്തച്ഛന്മാരെ മാത്രമല്ല ഇളാപ്പാരെ വീട്ടത്തൊക്കെ കുട്ടികൾ നേരെ വിളിക്കുമ്പോൾ ചെറുതിനെ കാണാൻ വരും കേട്ടോ. ഓണി എണീച്ചിക്കണോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വരും. ചായ ഉണ്ടാക്കണ്ട, കടി ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഇടുണ്ടു ഇടുണ്ടു. ചെറുതാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലോ ഇങ്ങനെ കൊഞ്ചിയാലൊക്കെ നല്ലോണം ചിരിക്കുകയോ നോക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അഭിനയം മെയിൻ ചെയ്യണില്ല കേട്ടോ. 4 പുറം നിരീക്ഷിക്കുകയാണ്. മദ്രസക്ക് പോണവരും വരുന്നവരൊക്കെ ഒന്നും ഇവിടെ കയറി ഇറങ്ങിയിട്ടാട്ടോ പോലെ. എല്ലാവരും ചെറുതിനെ കാണാൻ വേണ്ടി വരികയാണ്. ഷിഫുദേ മദ്രസ വിട്ട് നേരെ വന്നത് ഐസുവിനെ കാണാനാണ്. അത് കഴിഞ്ഞപ്പോൾ അനു വന്നു. അങ്ങനെ ഓരോരുത്തർ കുട്ടീനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓരിങ്ങനെ നോക്കിക്കോളൂ എന്ന് കരുതിയിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല. അങ്ങനെ അതേ ഒരു അരിപ്പൊടിയുടെ പാക്കറ്റാണ്, അജ്മിയുടെ അരിപ്പൊടിയുടെ പാക്കറ്റ് കേട്ടോ. പകുതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി മൊത്തം എടുത്ത്, മൊത്തം എന്നൊക്കെ പറയുന്നത് ഗൈസ്, ബാക്കി മൊത്തം എടുത്ത് നമ്മൾ എന്തുണ്ടാക്കാൻ പോകണം. മൊത്തം എടുക്കാമെന്നില്ല, ആകെ ഒരു ഗ്ലാസ് ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഇങ്ങനെ പൊടിയൊക്കെ എടുത്തു. അപ്പം ഇന്നത്തെ ദുൽമ എന്താണെന്നറിയോ, സാധാരണ ഞാൻ വെള്ളം തിളപ്പിച്ച് ഇതിലൊഴിച്ച് ഇങ്ങനെ വാട്ടിയെടുക്കാറാണ്. വാട്ടി മീൻസ് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാറാണ്. ഇന്നിപ്പോൾ ഞാൻ ആ പാക്കറ്റിൽ കണ്ടു വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വാട്ടാന്ന്. അപ്പോൾ പിന്നെ ആ ഒരു പരിപാടി ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് പാക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ അടിപൊളിയാക്കി എടുത്ത് നമ്മളിത് വെള്ളം തിളപ്പിച്ചു. അതിലേക്ക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തികഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നി എനിക്ക്.
അങ്ങനെ ഞാൻ കുറേ നേരം ഇളക്കിയിട്ടും ഇതൊരു ലൂസായിട്ട് തന്നെ കേട്ടോ കാണുന്നത്. ഇത് ടൈറ്റ് ആവണ കാണല്ല. അപ്പം എനിക്ക് എന്തോ മനസ്സിലായി, പണി വാളി, വെള്ളം അധികമായി എന്ന് മനസ്സിലായിട്ടോ. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഇത് നൂൽപുട്ട് ആവോ, ഇനിയിപ്പോൾ ഇത് എന്താ ഉണ്ടാവുക, അല്ലെങ്കിലേ നേരം വഴുകിക്കണു. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീണ്ടും നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി ടൈറ്റ് ആവുന്ന കേട്ടോ എൻ്റെ മനസ്സിൽ. പക്ഷെ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ അവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ആ ടൈമിൽ എന്തൊക്കെയോ തോന്നിട്ടോ. അങ്ങനെ ഞാൻ വലിയ ഗമയിൽ ഇഡ്ഡലി കുക്കറൊക്കെ എടുത്ത് പരത്തി നിരത്തി കുറച്ച് എണ്ണയൊക്കെ എടുത്ത് പരത്താനുള്ള പരിപാടിയാണ്. ഇപ്പം എണ്ണ ഒഴിച്ചിട്ട് കിട്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ മാവ് കേടാൻ നിൽക്കണു, അത് വേറെ കാര്യം. ഇനി ഞാൻ നൂൽപുട്ടിൻ്റെ അച്ചിലൊക്കെ എണ്ണയാക്കി ഇനിയിപ്പോൾ അതൊന്ന് കിട്ടാതിരിക്കണ്ടെന്ന് കരുതിയിട്ട് എന്നിട്ട് നമ്മൾ നൂൽപുട്ട് ഇങ്ങനെ പീച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ എനിക്കൊന്നും മനസ്സിലായി, ഇതിനിപ്പോൾ ഒന്നിനും പറ്റില്ല എന്ന് മനസ്സിലായി. കണ്ടില്ലേ നിങ്ങൾ അതിൻ്റെ ഒരു കോലം ഇങ്ങനെയാണ് വന്നത്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇതെന്താ ചെയ്യുക നട്ട നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് പൊടി എടുത്തിട്ട് മിക്സ് ചെയ്തു. ആ കുഴക്കിൽ കണ്ടറിയാം എനിക്ക് തീരെ പറ്റിയിട്ടില്ല എന്നൊന്നും. എന്താ ചെയ്യുക അല്ലേ. അങ്ങനെ വീണ്ടും നമ്മൾ ഉരുട്ടി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ടൈറ്റായിട്ടോ, കാരണം വീണ്ടും നമ്മൾ കുറച്ച് പൊടി ഇട്ടു. ആകെ കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളൂ. എന്തോ ഭാഗ്യത്തിൽ ആ പാക്കറ്റിലൊരു നുള്ളും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടോ. ഫസ്റ്റ് പീച്ച നൂൽപുട്ടാണ് നേരത്തെ കണ്ടത്. അപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ പീച്ചിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചൂടാറിയിട്ട് ഒന്നും കൂടെ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേ ഒന്ന് ടൈറ്റായി. അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ നൂൽപുട്ടൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടോ. നൂൽപുട്ടാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കാൻ പാകത്തിനുള്ള ഷേപ്പൊക്കെ അതിനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആ നൂൽപുട്ട് കൊണ്ട് എൻ്റെ കുറേ സമയം വെറുതെ പോയിട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇത് വന്നിട്ട് മെച്ചിയെന്ന് വിളിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചു ഞാൻ. അതിനും ഉണ്ടാകാതെ പോയിട്ടോ. പിന്നെ ആ പോക്ക് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ മൂഡ് ശരിയല്ല എന്നുള്ളത്. അങ്ങനെ ഇത് നമ്മുടെ മണിക്കുട്ടൻ ആൻഡ് റൈഹാൻ ആൻഡ് ഷിഫാന വീണ്ടും കുഞ്ഞിനെ കളിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ആണെങ്കിൽ ഇത് എത്തിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനെത്തി നോക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. നമ്മൾ ഇന്നലെ നോമ്പായിരുന്നു. അപ്പോൾ പത്തിരി ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആ പത്തിരി ഒന്ന് ആവിയായിട്ടെടുക്കുന്നുണ്ട്. ചിക്കൻ കറി ഉള്ളത്, ചിക്കനൊന്നുമില്ല, വെറും കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരി, ചിക്കൻ കറി, കുറച്ച് ചായ, അങ്ങനെ നൂൽപുട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചേ. അത് രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി റൊട്ടീനാണ് എന്താ പറയുക, കാൽസ്യം ആൻഡ് അയൺ. അപ്പോൾ നമ്മൾ അതൊന്നൊരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. രാവിലെ നമ്മൾ കാൽസ്യമാണ് കഴിക്കുക, രാത്രി നമ്മൾ അയണാണ് കഴിക്കുക. അപ്പം വലിയ രസമൊന്നുമില്ല ഗുളി കുടിക്കാൻ. അപ്പം നമ്മുടെ ചെക്കൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഉറങ്ങണീക്കുക കുറേ തൊട്ടിൽ ആട്ടി നിൽക്കും, അങ്ങനെ കുറേ സമയം പോകും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നീറ്റതാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം ഉറങ്ങുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ മടക്കൽ ഇപ്പോൾ ഏതൊക്കെയോ സമയത്താണ്, ഇങ്ങനെ കൃത്യനിഷ്ഠയൊന്നുമില്ല ഒന്നിനും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സംഭവം മടക്കി കട്ടിലിൻ്റെ താഴെ വെച്ച് കൊടുക്കും കേട്ടോ. നമുക്കിതൊന്നും വെക്കാൻ വേറെ പ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ആകെ 1 റൂമേ ഉള്ളൂ. ആ റൂമിൽ വേണം എല്ലാം കൂടെ ഒതുക്കി അടുക്കി പെറുക്കി വെക്കാൻ. ഈ പുതപ്പൊക്കെ ഞാൻ അലമാറയിലൊരു ഷെൽഫല്ല ഒരു സൈഡ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മടക്കി വെക്കും. ബെഡിൽ 2 തലയണ, ഒരു പുതപ്പ് ചിലപ്പോൾ വെക്കും, അല്ലെങ്കിൽ അതും എടുത്ത് വെക്കും. അല്ല, തലയണ എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ കുട്ടിയുടെ ഷീറ്റ് എപ്പോഴും ബെഡിൽ ഇങ്ങനെ വിരിച്ചിടും. കാരണം ഓനങ്ങനെ എടുക്കുക കിടത്തുക അതന്നെയല്ലേ പണി. തൊട്ടിലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ റൂം. അപ്പം ഇനിയിപ്പോൾ അടുത്ത 2 ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഈ പുതപ്പുകളൊക്കെ ഒന്ന് വാഷ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് വാഷ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പില്ലോ കവർ ആഴ്ചയിൽ 1 ദിവസം വാഷ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. ക്ഷീണം ഇല്ലാത്തതുകൊണ്ട് സയാനൊരു മ്ലാനത സാറില്ല. ഷിനൂന് പനിയാണ് കുട്ടി. അന്നെച്ച് പോവാതിരുന്നപ്പോൾ ഓള് പോയില്ലേ. അങ്ങനെ കുട്ടികൾ ഒരാളില്ലാന്ന് കരുതിട്ട് കരയുക. എന്താ കരയണു? പോയിക്കോ. അതോ ഫാസിലും അതിനൊക്കെ ഉണ്ട്. വെച്ച് സ്കൂളിൽ കൊണ്ടിറക്കി തരും. വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ. ചെറുതിൻ്റെ പനിയും ജലദോഷവും ചുമയൊക്കെ അധികം ആവണ പോലെ തോന്നി. അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ. പിന്നീട് അങ്ങോട്ടുള്ള പണികളെല്ലാം വളരെ പൊരിഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് കാക്കുനും കൊടുത്ത് ഉരുളങ്കിഴങ്ങ് എനിക്കും വേണം പൊരിച്ചായെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്നും മുണ്ടാതെ ഫ്രിഡ്ജിലിരുന്ന് മീനെടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. ഒന്ന് തണുപ്പ് കിട്ടോട്ടെ എന്ന് കരുതി. ഇന്നത്തെ ഫിഷ് മത്തി ആൻഡ് മാന്തലാണ് കേട്ടോ. മത്തിക്കറിയും മാന്തൽ പൊരിയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം വർക്കാവുന്ന ഈ അരിയിടുമ്പിൻ്റെ മൈൻഡിൽ കേട്ടോ. കാരണം കുട്ടി കരഞ്ഞാൽ മാന്തലും മത്തിയൊക്കെ നേരാക്കൽ നടക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൈസ് കുക്കറിലാണ് കേട്ടോ ഒന്ന് ചോറ് വെക്കുന്നത്. അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല, കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അതും തിളപ്പിച്ചിട്ടാൻ വെച്ചു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു. അങ്ങനെ കുട്ടീനെ ജസ്റ്റ് ഒന്ന് മേല് കഴുകിയെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. തലേന്ന് നനക്കാറില്ല. 2-3 ദിവസമായിട്ട് ജലദോഷവും കുരയും പനിയും ഒക്കെയാണ്. ഇപ്പോൾ തല നനച്ചിട്ട് അധികം ആവണ്ടെന്ന് കരുതിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ടാണ് കുളിപ്പിക്കാറ്, കാലിൽ കിടത്തിയിട്ടാണ് കുളിപ്പിക്കാറ് കേട്ടോ.
എനിക്ക് അങ്ങനെ കുളിപ്പിക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ ഈസി, അല്ലെങ്കിൽ ഒരു പേടിയാണ്. അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആകെ പൂശുന്നത് കുറച്ച് ലോഷനാണ് കേട്ടോ, വേറൊരു സാധനവും ഞങ്ങൾ ഇടാറില്ല. കൺമഷിയും പൗഡറും തന്നെ ഇവിടെ ഉള്ളവർ എല്ലാവരും പുരുകം എഴുതും എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതേ ഒരു ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളെ ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ. ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്കില്ല കേസ്, നമ്മൾ ആമസോണിൽ പോയി സെർച്ച് ചെയ്താൽ മതി ക്ലോത്ത് ഡയപ്പറിന്. പിന്നെ നമ്മുടെ ഷെമീറ യാസ്മിൻ ഒരു ഹായ് പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷെമീറാക്കൊരു ഹായ്. ഓക്കെ, എൻ്റെ പേര് ഷെമീറ എന്നാണ്. അപ്പോൾ നമ്മൾ സെറ്റ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കുട്ടീനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെയ്യാത്ത പോലെ ഉണ്ട്, അല്ല വെയ്യ എന്നാലും അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇടങ്ങാറ്. അപ്പോൾ ഞാൻ പുരുകൊക്കെ എഴുതിയൊരു കുത്തൊക്കെ ഇട്ട് എടുത്തിട്ട് ആളൊന്ന് ഉഷാറാക്കി എടുത്തിട്ട് എന്നാലും കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറയ്ക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കുറേ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ നേരം കൈ കടത്തി ആട്ടി ഉറങ്ങുമോ നോക്കി, പക്ഷെ ഉറങ്ങിയില്ല. അങ്ങനെ ഞാൻ അവനെ എടുത്ത് അടുക്കളയ്ക്ക് വന്നപ്പോൾ അമ്മമ്മ ഇവിടെ മീനൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇമ്മ മത്തി മാന്തലൊക്കെ നേരാക്കി തരാമെന്ന് പറഞ്ഞു. അത് നേരാക്കുകയാണ്. അല്ല ഇപ്പം ഞാൻ അതിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ ചിലപ്പോൾ അമ്മ കരയുക. അപ്പം അമ്മക്ക് കുട്ടീനെ എടുക്കാനും ഒക്കെ പേടിയാണ് കേട്ടോ. അമ്മ എടുക്കൂല, അതുകൊണ്ട് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഉമ്മ പൊരിഞ്ഞ മീൻ നേരാക്കലും ഞാൻ പൊരിഞ്ഞ കുട്ടിനാട്ടലുമാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താ പറയണത്, എനിക്ക് കുറ്റമാണ് കേസ്. കുറച്ച് ആൾക്കാരെ കുറ്റം പറയണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു തീർത്തപ്പോൾ ഒരു സമാധാനം. പിന്നെ കുറച്ച് നേരം ഇപ്പപ്പ കേട്ടോ കുട്ടീനെ നോക്കിയത്. ഇപ്പപ്പ ഉറക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയ്യാത്തതുകൊണ്ട് എനിക്ക് എവിടെയും കടത്തി പോകാനോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കില്ല, അപ്പോൾ ഒരു ചെറിയ ഇടങ്ങേറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പാൻ്റെ അടുത്ത് കൊടുത്തിട്ട് വേഗം പോയിട്ട് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടു. അല്ലെങ്കിൽ രാവിലെ അലക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വയ്യാത്തതുകൊണ്ട് നമുക്ക് രാവിലെ തിരുമണ പരിപാടിയൊന്നും നടക്കാറില്ല കേട്ടോ. എല്ലാ ഡ്രസ്സിലും ഞാൻ ഡെറ്റോൾ മുക്കാറുണ്ട്, അല്ലെങ്കിൽ കംഫർട്ട് മുക്കാറുണ്ട് കേട്ടോ. അപ്പം ഡെറ്റോളാണ് അധികം ഞാൻ യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് അടിക്കലും തുടക്കലൊക്കെ പെട്ടെന്ന് തീർത്തു. എല്ലാ പണികളും തീർത്തിട്ടാണ് നമുക്ക് പോകാൻ. മമ്മ ഇതിവിടെ ഭയങ്കരമായിട്ടുള്ള പണിയിലാണ് കേട്ടോ. മത്തിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ മീൻ ഇതേ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം മമ്മ ആ പണിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കുട്ടീനെ കുട്ടി ഉറക്കത്തിൻ്റെ വക്കിലെത്തിയിട്ടുള്ളൂ, ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉറക്കമായിരുന്നു. കുട്ടീനെ നമുക്ക് ആരെങ്കിലുമൊക്കെ കയ്യിലിങ്ങനെ കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ പണികളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇസുവിനെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓനും ഇങ്ങനെ കരയും കേട്ടോ, കൊണ്ടുപോകാതെ പോയാൽ. അപ്പോൾ ഒന്ന് റെഡിയാക്കി നിർത്താമെന്ന് കരുതി. അതിൻ്റെ ഇടയിലും തലയിൽ പേനാണ് വെച്ച് മാന്തിത്തായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ചെക്കൻ. പിന്നെ എന്താ പറയുക, ചില സമയത്ത് എനിക്ക് കീറയൊക്കെ വരും കേട്ടോ. ഇപ്പം മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ പറയാം, എന്താ ഇപ്പച്ചി പുതിയതിട്ടിക്കണം, എനിക്കും ഇതാ പുതിയതിട്ടാ എന്നെയും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വയലൻ്റ് ആവും. അപ്പോൾ ഇപ്പം തന്നെ പുതിയതൊന്നും ഇട്ട് കൊടുത്താൽ പിന്നെ ഓനുള്ള പ്രശ്നം തീരുമല്ലോ എന്ന് കരുതി. ഹർഷക്ക് വന്നപ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞു. വന്നിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഉബൻ്റെ വരെ വേണ്ടാ തോന്നുന്നു, ഓൻ ഏതോ കല്യാണത്തിനാണ് പോകണമെന്ന്. ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മച്ചീനെ എന്താ വെയിലാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങി അവിടെ എത്തി. കുട്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു, മരുന്നുകളൊക്കെ മാറ്റി തന്നു. പിന്നെ ആവി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ പിടിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കിനും എന്താ പറയുക 2 മണിയായിട്ടോ. വിശന്ന് കുടലൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം വന്ന് ഫുഡ് കഴിച്ചു. ഒക്കെ സെറ്റ് ചെയ്ത് പോയതുകൊണ്ട് വിളമ്പി തന്നാൽ മതിയായിരുന്നു. അങ്ങനെ എന്താ പറയുക, നല്ല മീൻകറി, അതേപോലെ തന്നെ മാന്തൽ പൊരി, മത്തിക്കറിയൊക്കെ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ അടിപൊളിയായിക്കോട്ടെ. അമ്മാൻ്റെ മീൻകറിയാണ്, നല്ല ടേസ്റ്റാണ്. ഫുഡ് കഴിച്ച് നമ്മൾ ഐസുവിന് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഹർഷാക്കുമാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ കൊടുക്കാൻ കൂടെ അട്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് കൊടുക്കട്ടെ വിചാരിച്ചു. ഞാൻ പുതിയ മാറ്റണമല്ലോ നമുക്ക്. അങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. ഇസു അറിയാതെ വായൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ മരുന്ന് കൊടുത്ത്. എനിക്ക് ഇഷ്ടമൊന്നുമില്ല. വരുമ്പോൾ നമ്മളില്ലേ കുറച്ച് മുട്ടായപ്പം പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മകരച്ചൊവ്വ, അതേപോലെ കാളവേല, അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. അല്ല, മകരച്ചൊവ്വ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ പരിപാടികളായതുകൊണ്ട് ഈ സാധനമൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം ഇത് അത്തിപ്പഴത്തിൻ്റെ അലുവയാണ് പറഞ്ഞിട്ട് ഹർഷാക്കൊരു ½ kg വാങ്ങിയിട്ടോ ടേസ്റ്റൊക്കെ വേണ്ടിയിട്ട്. പിന്നെ പൊരി മുട്ടായപ്പം, ഈ മുട്ടായപ്പം പൊരിയിൽ മുക്കി തിന്നാൻ ഇവിടെ ഇസുവിന് ചെയ്യാനും ഹർഷാക്കുന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമേ ഈ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ചെറിയൊരു പൊട്ടയ്ക്ക് തിന്നുള്ളൂ. ഹർഷാക്കുനാണ് ഈ പഞ്ചസാരയുടെയും മറ്റേത് ശർക്കരയുടെയാണ് കേട്ടോ. 2 ഇതിൻ്റെയും വരുന്നുണ്ട്. പിന്നെ ഹൽവ കുറച്ച് ടൈറ്റായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമാവുന്നില്ല. കുറേ സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഇല്ലാത്തൊരലുവ ഗൈസ്. ഞാൻ കട്ട് ചെയ്ത് വെക്കണം എന്തിനാരോ, കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ എടുത്ത് തിന്നോട്ടെ എന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ മുറിച്ച് കൊടുക്കാൻ നിൽക്കേണ്ടി ഓരോ ടൈം വേണമെന്ന് പറയുമ്പോഴും. ഇതൊക്കെ അതിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ, അതിൻ്റെ മരമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിന്നുന്ന ആളാണ് അവന്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് പാത്രത്തിലാക്കി. പിന്നെ ഉപ്പാക്കും ഉള്ളത് ഇതൊന്ന് കൊടുക്കണം, അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുത്തത്. അങ്ങനെ ഈ കൊടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. കുറച്ച് മരുന്നൊക്കെ അകത്ത് ചെന്നപ്പോൾ ചെക്കനും ഒക്കെ കേട്ടോ, നല്ല കളിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനമായി. പക്ഷേ വീണ്ടും രാത്രി ആകുമ്പോഴത്തേനും ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെ 2-3 ദിവസം കഴിയും മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.